ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതേ ഞങ്ങൾ ഉപയോഗിച്ച് ഒട്ടും പരിചയമില്ലാത്തതും എന്നാൽ ഒരുപാട് കേട്ടറിവുള്ളതുമായ ഒരു സംഭവമാണ് കേട്ടോ. ഇപ്പൊ കണ്ടപ്പോ മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ മഷ്റൂം കൂണേ. ഇന്നലെ ഗ്രാൻഡ് മാളിൽ ഇത് കണ്ടപ്പോ ഏടം വലം നോക്കാതെ വാങ്ങിച്ചു കേട്ടോ. വീട്ടിൽ കൊണ്ടുവന്നിട്ട് എങ്ങനെ കറി വെക്കണം, എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു. അതൊക്കെ യൂട്യൂബിൽ നോക്കി ഞാൻ ക്ലിയർ ചെയ്തു കേട്ടോ. എന്നിട്ട് മഞ്ഞൾ വെള്ളത്തിലും സാധാ വെള്ളത്തിലും കഴുകി ഇതാ സ്റ്റെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് വെള്ളം ഇതിനുള്ളിലുള്ളതുകൊണ്ട് നമ്മളങ്ങ് കഴുകി കുളവാക്കണ്ട. കാത്തോട്ടിക്ക് ഇങ്ങനെയൊക്കെ കാണുന്ന തന്നെ അലർജിയാണ് കേട്ടോ. പിന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇത്തിരി ഗരം മസാല ഞാൻ എന്റെ കണക്കിനങ്ങ് ചേർത്തു. എന്നിട്ട് വേവിക്കാൻ വെച്ചു. അരപ്പിനെന്താ തേങ്ങ, പച്ചമുളക്, കൊച്ചുള്ളി, വെളുത്തുള്ളി, ജീരകം ഇത്രയും വെച്ച് ചതച്ചും വെച്ചു. വേണ്ടേ, ഇത് വെന്ത് വന്നപ്പോഴേക്കും വെള്ളം വന്നത് കണ്ടോ? ഇതിനുള്ളിലും വെള്ളം, ഇത് അടച്ചു വെച്ചതിനകത്തും വെള്ളം. പിന്നെ അരപ്പ് വെച്ച് ഒന്നുകൂടെ മൂടി വേവിച്ചു. മൂടി തുറന്നൊന്ന് ഇളക്കി സെറ്റാക്കിയപ്പോ എന്റെ പൊന്ന് സാറേ, അത് കഴിച്ചുകൊണ്ട് കാത്തോട്ടി ഓടി ഓരോ